വിഷുത്തലേന്ന് ഗൾഫിലെ വിപണിയിലും നല്ല തിരക്കുണ്ട്. ജോലി കഴിഞ്ഞെത്തിയ ശേഷമാണ് പ്രവാസികളിൽ പലരും വിഷുക്കണിയും വിഷുസദ്യയും ഒരുക്കാനുള്ള അവസാന വിഭവങ്ങൾ വാങ്ങാൻ വിപണിയിലെത്തിയത്. കണിവെള്ളരിയും കണിക്കൊന്നയും വാൽക്കണ്ണാടിയും മത്തനും കുമ്പളവും ചക്കയും മാങ്ങയുമെല്ലാമായി ഈ രാവിൽ അവർ കണിയൊരുക്കും. പശ്ചിമേഷ്യൻ സംഘർഷം വിഷുവിന്റെ പൊലിമ കുറയ്ക്കുമെന്ന ആശങ്ക ഗൾഫിലെ പ്രവാസികൾക്കുണ്ടായിരുന്നു. എന്നാൽ താൽക്കാലിക വെടിനിർത്തൽ വന്നതോടെ ആശങ്കയ്ക്ക് അല്പമൊരു അയവുണ്ട്. വിഷുവിന്റെ ആഘോഷത്തിന് വേണ്ടി ഇപ്പം നടക്കുന്നു. പർച്ചേസും കാര്യങ്ങളൊക്കെ അതിന് വന്നതാണ്. അത് നല്ല സൗകര്യമാണ്. ഇവിടെ വന്നാൽ മതി, എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് കിട്ടും. എല്ലാം വിഷു ഒരുക്കങ്ങളാണ് ഈ കാണുന്നത്. എല്ലാവരും ഇവിടെ ഉണ്ട്, കുട്ടികൾ രണ്ടുമുണ്ട്, ഞങ്ങളുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ആഘോഷിക്കാൻ തീരുമാനിച്ചു. വിഷുദിനം പ്രവൃത്തി ദിവസമായതിനാൽ കണി കണ്ട് ഓഫീസിലേക്ക് പോകും. സഹപ്രവർത്തകരോടൊപ്പം ഓഫീസിൽ വെച്ചാകും പലരും വിഷുസദ്യ ഉണ്ണുക. വൈകുന്നേരം കൂട്ടുകാർക്കൊപ്പം ഫ്ളാറ്റുകളിൽ ഒത്തുകൂടി വിഷു ആഘോഷിക്കാൻ തീരുമാനിച്ചവരുമുണ്ട്. ഹോട്ടലുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും കിട്ടുന്ന സദ്യവട്ടങ്ങളിലാണ് ചിലരുടെ ആശ്വാസം. സ്കൂൾ അവധിക്കാലമായതിനാൽ കേരളത്തിൽ നിന്നും നിരവധി പേർ ഗൾഫിലെ പ്രിയപ്പെട്ടവരുടെ അടുത്ത് വിഷു ആഘോഷിക്കാൻ എത്താറുണ്ട്. നാട്ടിലേക്ക് വിഷു ആഘോഷിക്കാൻ പോകുന്ന പ്രവാസികളുമുണ്ട്. യുദ്ധത്തെ തുടർന്ന് വിമാന സർവീസുകൾ വെട്ടിക്കുറച്ചതും തിരക്ക് കുത്തനെ കൂട്ടിയതും ഇത്തരം യാത്രകൾ മുടക്കി. പക്ഷേ മലയാളിയല്ലേ, വിഷുവല്ലേ, ആഘോഷിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. മാതൃഭൂമി ന്യൂസ്, ദുബായ്.